ശബരിമലയിലെ ആചാരവിധികളിലെ പഴമ തന്നെയാണ് ഇവിടുത്തെ മഹിമയെന്ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനർ. അയ്യപ്പ ദർശനത്തിനായി എത്തുന്ന ഭക്തർക്കെല്ലാം തന്നെ സുഖദർശനം ലഭിക്കണേ എന്നായിരുന്നു പൂജാവേളയിലും തൻ്റെ പ്രാർത്ഥനയെന്നും തന്ത്രി അമൃത വാർത്തകളോട് പറഞ്ഞു. ഇന്ന് മകരവിളക്കുത്സവ നാളിൽ ഗുഡ് മോർണിംഗ് കേരളത്തിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ് ശബരിമല തന്ത്രി. ഇന്ന് ശബരിമലയിൽ മകരവിളക്കുത്സവം. മകരസംക്രമ പൂജ തൊഴുത ഭക്തരിനി തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പ വിഗ്രഹം ദർശിക്കുന്നതിനും മകരജ്യോതി ദർശിക്കുന്നതിനുമായൊക്കെയുള്ള കാത്തിരിപ്പിലാണ്. ഇന്ന് ഈ മകരവിളക്കുത്സവ ദിനത്തിൽ നമുക്കൊപ്പം അതിഥിയായി ചേരുകയാണ് ശബരിമല തന്ത്രി ശ്രീ കണ്ഠരര് മഹേഷ് മോഹൻ. മണ്ഡല ഉത്സവം കഴിഞ്ഞു, ഇപ്പോൾ മകരവിളക്കുത്സവത്തിൻ്റെ സമാപനത്തിലേക്ക് എത്തുന്നു. ഈ മണ്ഡല മകരവിളക്കുത്സവ തീർത്ഥാടന കാലത്തെ തന്ത്രി എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാം മംഗളകരമായി പോയെന്ന് വിശ്വസിക്കുന്നു. തുടക്കം മുതലേ ഇവിടെ വരുന്ന ഭക്തജനങ്ങൾക്ക് നല്ല ദർശനം ഉണ്ടാവണമെന്ന് മാത്രമാണ് പ്രാർത്ഥിക്കുന്നത്. അകത്ത് ചെല്ലുമ്പോഴും പൂജയ്ക്കും അതുമാത്രമാണ് പ്രാർത്ഥന. മകരവിളക്കുത്സവത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് മകരസംക്രമ പൂജ. ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. എന്താണ് മകരസംക്രമ പൂജ? അത് ഈ സംക്രമ സമയം, അതായത് ഈ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക്, അല്ലെങ്കിൽ ഈ ദക്ഷിണായനകാലം അവസാനിച്ച് ഉത്തരായനകാലം എന്നാൽ ഈ പുണ്യകാലത്തിലേക്ക് മാറുകയാണ്. അപ്പോൾ അത്രയും വളരെ വിശേഷപ്പെട്ടാണ് ആ ഒരു സംക്രമ സമയം. ആ ഒരു സമയത്ത് ഇവിടെ പണ്ടുകാലം മുതലേ ഒരു സംക്രമ പൂജ കഴിച്ച് ആ സംക്രമ സമയത്ത് ആ മുഹൂർത്തത്തിൽ തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവന്ന നെയ്യഭിഷേകം, നെയ്ത്തേങ്ങ അവിടെ വെച്ച് തന്നെ ഉടച്ച്, ശ്രീകോവിലിൽ വെച്ച് തന്നെ ഉടച്ച് നെയ്യഭിഷേകം കഴിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇവിടുത്തെ സംബന്ധിച്ച് വളരെ വിശേഷപ്പെട്ട ഒരു ചടങ്ങാണ്. അതാണ് ഇപ്പം അവസാനിച്ചത്. മണ്ഡല പൂജയും മകരസംക്രമ പൂജയും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇല്ല, മണ്ഡല പൂജ എന്ന് പറയുന്നത് ഈ മണ്ഡലകാലത്തെയാണ്. ഇത്രയും 41 ദിവസത്തെ 41ാം ദിവസത്തെ പൂജയാണത് മണ്ഡല പൂജ എന്ന് പറയുന്നത്. അത് അന്നത്തെ ഉച്ചപൂജ, 41 ദിവസം തുറന്നിരിക്കുകയാണല്ലോ കണ്ടിന്യൂസ്. അപ്പോൾ അന്നത്തെ ഉച്ചപൂജ, 41ാം ദിവസത്തെ ഉച്ചപൂജയ്ക്കാണ് മണ്ഡല പൂജ എന്ന് പറയുന്നത്. സംക്രമപൂജ മുമ്പേ പറഞ്ഞ പോലെ ആ സംക്രമ സമയത്തെ, അതൊരു പ്രത്യേക മുഹൂർത്തത്തിലെ പൂജയാണ്. ആ ഒരു സമയത്ത് നടക്കുന്ന നെയ്യഭിഷേകമാണത്. മകരസംക്രമ പൂജയും അപ്പം പ്രധാനപ്പെട്ട ഒന്നാണ് മകരജ്യോതി. ഈ മകരജ്യോതി എന്ന് പറയുമ്പോൾ മകര നക്ഷത്രത്തെയാണോ ഉദ്ദേശിക്കുന്നത് ശരിക്കും, അതോ പൊന്നമ്പലം വീട്ടിൽ തെളിയുന്ന ആ ദീപമാണോ? ജ്യോതി എന്ന് പറയുമ്പോൾ ആ നക്ഷത്രത്തെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് രണ്ടിനും വളരെ പ്രാധാന്യമാണ്. ഭക്തരെ സംബന്ധിച്ചിടത്തോളം രണ്ടിൻ്റെയും ദർശനം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. പൊന്നമ്പലത്തിന് വീട്ടിൽ തെളിയുന്ന മകരജ്യോതി വളരെ കാലാകാലങ്ങളായിട്ട് ചില വിവാദങ്ങളുമൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ഈ മകരജ്യോതിയെ, പൊന്നമ്പലം വീട്ടിൽ തെളിയുന്ന മകരജ്യോതി എന്താണ്, എങ്ങനെയാണെന്നൊന്ന് തന്ത്രി ഒന്ന്. അല്ല, ഇതിൻ്റെയൊക്കെ ഒരു പഴമ തന്നെയാണ് ഇതിൻ്റെ മഹിമ. വളരെ നൂറ്റാണ്ടുകൾ, എത്രയോ കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങാണ്. ഇപ്പം ഈ മകരവിളക്ക് ദിവസം തിരുവാഭരണം ചാർത്തിയ ഒരു ദീപാരാധനയുണ്ട്. അത് പ്രത്യേകിച്ച് അത് കൂടുതൽ ചടങ്ങുകളൊന്നുമില്ല, എന്നും ഉള്ള പോലെ ഒരു ദീപാരാധനയുള്ളൂ. ഒരു തിരുവാഭരണം അന്ന് ചാർത്തുന്നുണ്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇതിൻ്റെയൊക്കെ പൗരാണികത ഒരുപാട് വർഷം പഴയതാണ്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്വം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിരുവാഭരണ പേടകം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചാനലുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പന്തളത്ത് നിന്നും പുറപ്പെട്ട് സന്നിധാനത്തേക്ക് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പോൾ സന്നിധാനത്തേക്ക് ഇന്ന് വൈകുന്നേരത്തോടെ എത്തിച്ചേരും. അപ്പോൾ ഈ തിരുവാഭരണ പേടകങ്ങൾ 3 പേടകങ്ങളാണുള്ളത്. അപ്പം ഈ തിരുവാഭരണ പേടകങ്ങളിൽ എന്താണ് എന്നുള്ള കാര്യം ഒന്ന്. ഇതിൽ ഒരു പേടകമാണ് ഇവിടെ സന്നിധാനത്തേക്ക് എടുക്കുന്നത്. മറ്റ് 2 പേടകം മണിമണ്ഡപത്തിലേക്കാണ്. അതിൽ ഈ ഗോളകകളും കാര്യങ്ങളൊക്കെ ഞാനത് കൂടുതൽ ധരിച്ചിട്ടില്ല. ഇവിടത്തേക്ക് അകത്തെടുക്കുന്ന ഭഗവാനെ ചാർത്തുന്ന ഒരു അങ്കി ഉണ്ട്. അതുകൂടാതെ കുറച്ച് ഈ ആന അല്ലെങ്കിൽ കടുവ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതിനകത്ത് ചാർത്തുന്ന ഇത് മാത്രമേ ഞാൻ കൂടുതൽ ധരിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഈ മകരവിളക്ക് ഉത്സവത്തിന് മകരവിളക്കോട് കൂടി ശബരിമലയിലെ ഉത്സവങ്ങൾ സമാപിക്കുന്നില്ല അല്ലേ? അപ്പം എന്തൊക്കെയാണ് ഇതിന് ശേഷമുള്ള ഈ മകരവിളക്ക് ഉത്സവത്തിൻ്റെ തുടക്കമാണല്ലേ? എങ്ങനെയാണ് അതിൻ്റെ ബാക്കിയുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണെന്നൊന്ന്. ഇത് ഈ ശുദ്ധിക്രിയകളും മറ്റും കഴിഞ്ഞ് ഈ ഒരു ഉത്സവം ആരംഭിക്കുകയാണ്. പിന്നീടാണ് ഈ ഉത്സവത്തിൻ്റേതായിട്ടുള്ള ഇപ്പോൾ എഴുന്നള്ളത്തും കാര്യങ്ങളൊക്കെ. ഇന്നു മുതൽ എല്ലാ ദിവസവും ഇനി എഴുന്നള്ളത്തുണ്ടാവും. പന്തളം കൊട്ടാരത്തിൻ്റെ വകയായിട്ടുള്ളൊരു കളഭം ഉണ്ടാവും. അതാണ് അവസാനത്തെ കളഭം. ഈ ഒരു മകരവിളക്ക് മഹോത്സവത്തിലെ ഏറ്റവും അവസാനത്തെ ഒരു കളഭം
പന്തളം കൊട്ടാരത്തിൻ്റെ വകയാണ്. അതൊക്കെ തന്നെയാണ്. പിന്നെ അവസാനം ഗുരുതിയുണ്ട്, ശരംകുത്തിയിലേക്ക് എഴുന്നള്ളത്ത ഗുരുതി. അത്തരം ഇവിടുത്തേതായിട്ടുള്ള ഉത്സവത്തിൻ്റെ ചില പ്രത്യേക ചടങ്ങുകളൊക്കെ ഉണ്ട്. ഈ കലാകാലങ്ങളിൽ ഇപ്പം നമ്മൾ തന്ത്രി പറഞ്ഞ പോലെ തന്നെ മണിമണ്ഡപത്തിൽ മാളികപ്പുറത്തു നിന്നൊരു ഗുരുതിക്ക് ഒരു പുറപ്പെടുന്നുണ്ട്. അപ്പോൾ ശരിക്കും ചില കെട്ടുകഥകൾ പ്രചരിക്കാറുണ്ട്. അപ്പം ശബരിമല മാളികപ്പുറത്തമ്മ ശരംകുത്തിയിലേക്ക് പുറപ്പെടുന്നു എന്നൊക്കെ തരത്തിലുള്ള ചില കഥകൾ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത് മണിമണ്ഡപത്തിൽ നിന്നുമാണ് ഈ ഘോഷയാത്ര പുറപ്പെടുന്ന നായാട്ട് വിളിക്കായി പോകുന്നത്. ആ കാര്യങ്ങൾ എങ്ങനെയാണെന്നൊന്ന് പ്രേക്ഷകരോട്. അത് അങ്ങ് പറഞ്ഞ പോലെ തന്നെ മണിമണ്ഡപത്തിൽ നിന്നാണ് പുറപ്പെടുന്നതും അത് ഭഗവാൻ അയ്യപ്പസ്വാമി തന്നെയാണ് പുറപ്പെടുന്നതും. അത് പിന്നെ മറ്റ് കഥകളൊക്കെ ഇടക്കാല സമയങ്ങളിൽ വന്നതാണ്. ഈ ശരത്തിൻ്റെ അമ്പ് നോക്കുന്നതിൻ്റെയൊക്കെ അതൊക്കെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് അതൊക്കെ മനസ്സിലായെന്ന് തോന്നുന്നു. അതൊക്കെ ഒരു ഇല്ലാത്ത കഥകളാണെന്നൊക്കെ ഉള്ളത്. മാളികപ്പുറത്തമ്മയും അയ്യപ്പനും തമ്മിലുള്ളൊരു ബന്ധം എങ്ങനെയാണ്? മാളികപ്പുറത്തമ്മ ഒരു ഒരു ആദിപരാശക്തി അല്ലെങ്കിൽ ഒരു ദേവീ ഭാവത്തിലുള്ള ദേവി തന്നെയാണ്. അപ്പോൾ ആദിപരാശക്തി അല്ലെങ്കിൽ മാതൃഭാവം എന്നൊക്കെ വ്യാഖ്യാനിക്കാൻ നമുക്ക്. കാനനവാസനാണല്ലോ അയ്യപ്പൻ. അപ്പം ശരിക്കും ശബരിമലയിലെ ഒരു പൂജാരീതികൾ എന്തെങ്കിലും അത്തരത്തിൽ ബന്ധപ്പെട്ടതാണോ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ദിവസത്തെ പൂജാക്രമങ്ങൾ എങ്ങനെയാണെന്നൊന്ന് വിശദീകരിക്കും. നമ്മൾ പുറമേ നോക്കുമ്പം സാധാരണ ക്ഷേത്രത്തിലുള്ള പോലെ തന്നെയാണ്. 3 പൂജകളാണുള്ളത്. ഉഷപൂജ, ഉച്ചപൂജ, അത്താഴപൂജ തന്നെയാണ്. പിന്നെ ഈ അകത്ത് ചെയ്യുമ്പോഴുള്ള ചില ക്രമങ്ങളിലും മന്ത്രങ്ങളിലും ഒക്കെ മാത്രം ഇവിടത്തേക്കായിട്ടുള്ള കുറച്ച് വിശേഷം ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ പുറമേ നോക്കുമ്പോൾ സാധാരണ പോലെ തന്നെ ഉള്ളൂ. ഈ പാനകം പോലെയുള്ള ചില വിശേഷാൽ പ്രസാദങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഈ ശബരിമലയുടെ കാലാവസ്ഥയ്ക്കുള്ളൊരു മരുന്ന് കൂടിയായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെങ്ങനെയാണ്? പാനകവും എല്ലാ നിവേദ്യങ്ങളും കാലാവസ്ഥയ്ക്കും ഈ പറഞ്ഞ ഒരു മൂർത്തിയുടെ ഭാവത്തിനുമൊക്കെ അനുസൃതമായിട്ടുള്ളതാണ് ഇവിടുത്തെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഞാൻ അകത്ത് കുറച്ച് കുറച്ച് വിശേഷമായിട്ടുള്ളതൊക്കെ ഉണ്ട്. അതൊക്കെ ഈ തീർത്ഥാടന കാലം മംഗളമായി പര്യവസാനിക്കുമ്പോൾ പ്രേക്ഷകരോട് തന്ത്രിക്ക് എന്താണ് പറയാനുള്ളത്? അവരുടെ നിർദ്ദേശങ്ങൾ എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല, എല്ലാം ആദ്യം പറഞ്ഞ പോലെ തന്നെയുള്ളൂ. എല്ലാവർക്കും നല്ല ദർശനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം നല്ല നിഷ്ഠയോടുകൂടി വ്രതമെടുത്ത് ശബരിമലയിൽ വരണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും. ഈ പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം കൂടി, ഈ ശബരിമലയിലെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഒരു പ്രാധാന്യം മറ്റ് ഇടങ്ങളിലെ വളരെ വ്യത്യസ്തമായിട്ടുള്ളതാണ്, വളരെ കഠിനമാണ്. നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത് അതുപോലെയാണ്. ഈ ഒരു മകരവിളക്ക് ദർശിക്കുന്നതിന് വേണ്ടി ഭക്തർ വളരെയേറെ കഷ്ടപ്പെട്ട് സന്നിധാനത്ത് തങ്ങി നിൽക്കുന്നൊരു സാഹചര്യം. ഈ വ്രതാനുഷ്ഠാനങ്ങളുടെ മഹിമ എന്താണ്, എത്രത്തോളമാണെന്ന്? വ്രതാനുഷ്ഠാനം കഠിനമാണ്, പക്ഷേ അത് അനുഷ്ഠിക്കുന്നവർക്ക് അത്ര കഠിനമല്ല. കാരണം അതൊരു പ്രത്യേക ജീവിതശൈലിയിലേക്ക് അത് തിരിയുകയാണ് ഈ വ്രതാനുഷ്ഠാനത്തിലൂടെ. അപ്പം ഈ നമുക്ക് കഠിനമെന്ന് തോന്നുന്നത് വ്രതം നിഷ്ഠയായിട്ട് എടുക്കുന്നവർക്ക് അവർ വളരെ സുഗമമായിട്ടാണ് ഈ ഒരു വ്രതം എടുക്കുന്നതും അവരത് വളരെയധികം ആസ്വദിക്കുക. അതുകൊണ്ടാണ് എല്ലാ വർഷവും ഇവരത് എടുത്തു വരാൻ തയ്യാറാവുന്നതും. പിന്നെ ഒരു സാധാരണക്കാരനെ വലിയൊരു ആത്മീയ തലത്തിലേക്ക് എത്തിക്കാനുള്ളൊരു നല്ലൊരു ഇന്നത്തെ കാലത്തിന് ഏറ്റവും നല്ല ഉചിതമായിട്ടുള്ള ഒരു മാർഗ്ഗമാണ് ഈ വ്രതാനുഷ്ഠാനം എന്ന് എനിക്ക് തോന്നുന്നു. ഇരുമുടിക്കെട്ടിൽ ഇപ്പോൾ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇപ്പോൾ നേരത്തെ തിരുമേനി പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കൂടി വരുന്നത് പ്രത്യേകിച്ച് ശബരിമലയുടെ ഒരു അന്തരീക്ഷത്തിന് കാലാവസ്ഥയ്ക്കൊക്കെ പ്രത്യേകിച്ച് മൃഗങ്ങളൊക്കെ കാട്ടുമൃഗങ്ങളേറെ വസിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സീസൺ കഴിയുമ്പോൾ ഒരുപാട് മൃഗങ്ങൾ ചത്തൊടുങ്ങി കിടക്കുന്ന ഈ പ്ലാസ്റ്റിക് ഉള്ളിൽ ചെന്ന് വീഴുന്ന ഒരവസ്ഥയുണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പ്ലാസ്റ്റിക് ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ഇരുമുടിക്കെട്ടിൽ എനിക്ക് എങ്ങനെ പോകാൻ കഴിയും? അതിനെക്കുറിച്ച്. ഇരുമുടിക്കെട്ടിൽ പ്ലാസ്റ്റിക്കിൻ്റെ ആവശ്യം വരുന്നില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഇരുമുടിക്കെട്ടിൽ 100% പ്ലാസ്റ്റിക് ഒഴിവാക്കാവുന്നതാണ്. പിന്നെയും പ്ലാസ്റ്റിക് കൊണ്ടുവരുമ്പോൾ അത് ഇവിടെ ഇട്ടിട്ട് പോകാതെ നോക്കിയാൽ മതി, തിരിച്ച് അതുപോലെ കൊണ്ടുപോയാൽ മതി, അതാണ് നല്ലത്. ഈ മണ്ഡല മകരവിളക്ക് ഉത്സവകാലം, ഈ തീർത്ഥാടന കാലം ശുഭപര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ഉണ്ടാകട്ടെ എന്നാണ് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര് പറയുന്നത്. പ്രതിവാളത്തുകളിനൊപ്പം സന്നിധാനത്ത് നിന്നും സുജിത് സുരേന്ദ്രൻ, അമൃത ന്യൂസ്.